കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ദിനപത്രമാണ് മലയാള മനോരമ. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ദിനപത്രം മാത്രമല്ല, ഏറ്റവും വലിയ മീഡിയ ഹൗസുകളിൽ ഒന്നാണ് മലയാള മനോരമ. ഇംഗ്ലീഷിലും മലയാളത്തിലും പിന്നെ ദൃശ്യമാധ്യമവും ഓൺലൈൻ മാധ്യമവും എടുത്ത് എല്ലാ മീഡിയത്തിലും മലയാള മനോരമയ്ക്ക് ഒരു മാധ്യമമുണ്ട്. അങ്ങനെയാണ് അവരുടെ മീഡിയ ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടിനകത്തും ഒരേ വാർത്തകൾ വരാറുണ്ട്, ഒരേ വാർത്തകൾ അതുപോലെ തന്നെ കൊടുക്കാറുമുണ്ട്. പക്ഷേ ചില കാര്യം വരുമ്പോഴത്തേക്കും രണ്ടിനകത്തും രണ്ട് രീതിയിലായിരിക്കും വാർത്ത കൊടുക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തിനും പോസിറ്റീവ് വരുന്ന വാർത്തകൾ കൊടുക്കുന്ന രീതി ഒന്ന് പഠിക്കേണ്ടത് തന്നെയാണ് മലയാള മനോരമയിൽ കൊടുക്കുന്ന രീതി. അതിന് ഉദാഹരണം ജനുവരി 16-ാം തീയതിയും ജനുവരി 17-ാം തീയതിയും മലയാള മനോരമയുടെ ഓൺലൈനിൽ വന്ന രണ്ട് വാർത്തയാണ്. ജനുവരി 16-ാം തീയതി മലയാള മനോരമയുടെ ഓൺലൈനകത്തൊരു വാർത്ത വന്നു. വാർത്ത ഇങ്ങനെയാണ്, മലയാളത്തിലാണ് വന്നത്. മനോരമ ഓൺലൈൻ മലയാളത്തിലാണ് വന്നത്. കേരളത്തിൽ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുമോ, ഇളമുറക്കാർ പ്രതികരിക്കുന്നു എന്നാണ് അതിൻ്റെ തലക്കെട്ട്. കേരളത്തിൽ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുമോ, ഇളമുറക്കാർ പ്രതികരിക്കുന്നു എന്ന്. അതിൻ്റെ തന്നെ മലയാള മനോരമയുടെ തന്നെ ഇംഗ്ലീഷ് പോർട്ടലിനകത്ത്, ഇംഗ്ലീഷ് ഓൺലൈനകത്ത്, ഓൺ മനോരമയ്ക്കകത്ത് ഇതേ വാർത്ത 17-ാം തീയതി രാവിലെയും വരുന്നുണ്ട്. അതിൻ്റെ തലക്കെട്ട് വളരെ രസകരമാണ്. അത് കൃത്യം അവർ കൊടുത്തിട്ടുണ്ട്. എന്താണ് വാർത്ത, സത്യാവസ്ഥ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. കേരള ഈസ് സൂട്ടബിൾ ഫോർ ഓൺട്രപ്രണർഷിപ്പ് സേസ് യങ് ജനറേഷൻ ഇൻ ബിസിനസ് ഫാമിലീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. മലയാള മനോരമയുടെ വ്യവസായത്തിന് വേണ്ടിയുള്ള മാധ്യമമായിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള സമ്പാദ്യത്തിൻ്റെ ഒരു പരിപാടി കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു. അതിൽ സംസ്ഥാനത്തുള്ള മിക്കവാറുമുള്ള എല്ലാ ബിസിനസ്സുകാരും പങ്കെടുത്തു. തങ്ങളുടെ ആവശ്യങ്ങൾ, തങ്ങളുടെ ആശയങ്ങൾ അവർ പങ്കുവച്ചു. അതിൽ ബിസിനസ് നടത്തുന്ന കുടുംബങ്ങളിലെ ഇളം തലമുറക്കാർ, അതായത് ന്യൂ ജനറേഷൻ, അവരെ വെച്ചുകൊണ്ട് ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു. ആ ടോക്ക് ഷോയ്ക്കകത്ത് അവരെല്ലാവരും പങ്കെടുത്ത 4 പേരും ഒരേ സ്വരത്തിൽ അവകാശപ്പെട്ടത്, അവർ കാര്യം പറഞ്ഞത് കേരളം വ്യവസായത്തിന് അനുകൂലമാണ് എന്നാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കാലത്ത് കേരളത്തിൽ വ്യവസായം ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ മികച്ച അന്തരീക്ഷമാണ് സംസ്ഥാനത്തുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. അവർ 4 പേരും പറഞ്ഞ കാര്യമാണ്. ഈ കാര്യം ഇംഗ്ലീഷ് മനോരമ, അതായത് മലയാള മനോരമയുടെ ഇംഗ്ലീഷ് പോർട്ടലെ ഓൺ മനോരമ അതുപോലെ തന്നെ കൊടുത്തു. അതായത് പോസിറ്റീവ് തമ്പോടെ കേരളം വ്യവസായത്തിന് വളരെ സൂട്ടബിളാണ്, ഓൺട്രപ്രണർഷിപ്പിന് ഏറ്റവും സൂട്ടബിളായ സംസ്ഥാനം കേരളമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ 1-ാം സ്ഥാനത്തെ കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ അവരത് ശരിവെച്ചു. 4 ബിസിനസ്സുകാർ, 4 യുവ ബിസിനസ്സുകാർ അത് ശരിവെച്ചു. അതാണ് വാർത്ത. അത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാധ്യമത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മലയാള മനോരമയുടെ മലയാളത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും, അതായത് യഥാർത്ഥ മലയാള മനോരമയിൽ എത്തുമ്പോഴത്തേക്കും, അതിൻ്റെ ഓൺലൈൻ മനോരമ ഓൺലൈൻ.com എത്തുമ്പോഴത്തേക്കും കഥ മാറി. കഥ ഇങ്ങനെയാണ്: കേരളത്തിൽ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുമോ, ഒരു ചോദ്യചിഹ്നം, ജയിക്കുമോ എന്ന ചോദ്യമാണ്. ഇംഗ്ലീഷ് ആയപ്പോഴത്തേക്കും അവർ പറയുന്നു ഉറപ്പായിട്ടും മികച്ച അന്തരീക്ഷമാണെന്ന്. മലയാളമായപ്പോഴത്തേക്കും മനോരമ കൊടുത്ത തമ്പ് അല്ലെ ടൈറ്റില് ജയിക്കുമോ ഇല്ലയോ എന്ന ചോദ്യമാണ്, നെഗറ്റീവാണ്. എന്ന് വെച്ചാൽ മലയാളത്തിൽ നെഗറ്റീവും ഇംഗ്ലീഷിൽ പോസിറ്റീവും. അങ്ങനെയാണ് ആ വാർത്ത, ഒരേ സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത 2 രീതിയിൽ മലയാള മനോരമ കൊടുത്ത്. മനോരമയുടെ മലയാളം പോർട്ടലിൽ, അതായത് മലയാളികൾ വായിക്കുന്ന മലയാളം പോർട്ടലുകളിൽ അതെല്ലാം നെഗറ്റീവാണ്. ജയിക്കാൻ സാധ്യത ഉണ്ടാകുമോ, ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും, ചിലപ്പോൾ സാധ്യത ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ആണെങ്കിൽ ആദ്യത്തെ തമ്മിലിൽ തന്നെ ഒറ്റ വരിയിൽ മുമ്പ് മനസ്സിലാവും നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷം മാറിയെന്നത്. എന്ന് വെച്ചാൽ മലയാളികൾ, നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷം മാറിയ കാര്യം മലയാളികൾ അറിയണമെന്ന് മനോരമയ്ക്ക് വലിയ നിർബന്ധമില്ല. കേരളത്തിന് പുറത്തുള്ളവർ അറിഞ്ഞാൽ കൊള്ളാം, അത് നല്ലത്. പക്ഷേ കേരളത്തിനകത്തുള്ളവർ, മലയാളികൾ, സർക്കാരിന് വോട്ട് ചെയ്യുന്നവർ അറിയണമെന്ന് മനോരമയ്ക്ക് നിർബന്ധമില്ല എന്നതിന് ചൂണ്ടിക്കാട്ടാം. അങ്ങനത്തെ ഒരു വ്യാഖ്യാനം മാത്രമേ ഈ ഒരു വാർത്തയ്ക്കകത്ത്, വെച്ചാൽ ഒരേ വാർത്ത 2 രീതി കൊടുക്കുന്ന ഈ സംഭവത്തെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. സർക്കാരിന് വോട്ട് ചെയ്യുന്ന, കേരളത്തിൽ വോട്ടവകാശമല്ല മലയാളികൾ ഇതിനെക്കുറിച്ച് അറിയേണ്ട, കേരളത്തിന് പുറത്തുള്ളവർ വ്യക്തമായിട്ട് പോസിറ്റീവായിട്ട് തന്നെ അറിഞ്ഞോട്ടെ എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ സംസാരത്തിനകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നത് തന്നെ. ഇത്ര പരസ്യമായിട്ട്, ഇത്ര നഗ്നമായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ തന്നെ ഇതിന് ഉദാഹരണമുണ്ട്. നേരത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളൊന്നുണ്ട്, സംരംഭക വർഷം പദ്ധതി. അത് വിജയമായപ്പോഴത്തേക്കും അതിനെതിരെ നെഗറ്റീവായ ഒരു വാർത്ത ചെയ്ത മാധ്യമം മലയാള മനോരമയായിരുന്നു, മനോരമയുടെ ഓൺലൈൻ ചാനലും ആയിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് മാധ്യമം ഇതേ ഓൺ മനോരമയ്ക്കകത്ത് അതിനെക്കുറിച്ച് പോസിറ്റീവ് വാർത്ത വരികയും ചെയ്തു. അതേ സമയത്ത് ഏകദേശം അതേ കാലയളവിൽ തന്നെ പോസിറ്റീവ് വാർത്ത വരികയും ചെയ്തു. എന്ന് വെച്ചാൽ മലയാളികൾ അറിയേണ്ട, മലയാളികൾ അല്ലാത്തവർ അറിഞ്ഞാൽ മതി എന്നൊരു സാമാന്യ രീതിയായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. വോട്ടവകാശമുള്ളവർ, വോട്ട് ചെയ്യുന്നവർ അറിയണ്ട എന്ന് പറയുന്ന പോലെ.
അങ്ങനെ മാത്രമേ ഇത് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ കാര്യം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മന്ത്രി പി രാജ് തന്നെ ഈ ഇംഗ്ലീഷ് മാധ്യമത്തിൽ വന്ന വാർത്തയെക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പോസിറ്റീവ് മാറണമെന്ന് പറഞ്ഞു. മാത്രമല്ല നേരത്തെ തന്നെ തുടർച്ചയായിട്ട് വ്യവസായ കോൺക്ലേവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുന്ന എല്ലാ കുറിപ്പിനകത്തും മന്ത്രി വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്: മാധ്യമങ്ങളുടെ അജണ്ട മാറണം, പോസിറ്റീവ് വാർത്ത കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷിലെങ്കിലും പോസിറ്റീവ് വാർത്ത മലയാള മനോരമ കൊടുത്തു തുടങ്ങി നമുക്ക് ആശ്വസിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും മലയാളത്തിലും അത് കൊടുക്കേണ്ടതാണ്. മലയാളത്തിൽ അത് കൊടുക്കാതെ പോസിറ്റീവായിട്ട് പറയാതെ വിജയിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യമാണ്, ഒരു ധ്വനിയാണ് അവർ പുറപ്പെടുവിക്കുന്നത്. വാർത്ത മറിച്ചിട്ടു അല്ലെങ്കിൽ വാർത്ത തെറ്റായി കൊടുത്തു എന്ന് പറയുന്നില്ല. പക്ഷേ തമ്പിനകത്ത്, ടൈറ്റിലിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. ഒരു വാർത്തയുടെ വിജയത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് അതിൻ്റെ ടൈറ്റിലാണ്. ആ ടൈറ്റിലിനകത്ത് തന്നെ ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരുവാണെങ്കിൽ അത് പിന്നെ എന്താണ് സൂചിപ്പിക്കുന്നത് മാത്രമേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഈ രണ്ട് തരം വാർത്ത ഇപ്പോൾ സംസ്ഥാനത്ത് ഏറെ ചർച്ചയായിരിക്കുകയാണ്. ഇന്ന് രാവിലെ മന്ത്രി പി രാജീവ് ഇതിനെക്കുറിച്ച് കുറിപ്പ് എഴുതിയ ശേഷമാണ് ഇത് ഒരുപാട് ചർച്ചയായിട്ടുള്ളത്.